RSS സമ്പർപ്രമുഖ് എ ജയകുമാറുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് സംഘടന ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു ADGP MR അജിത് കുമാറിൻ്റെ വിശദീകരണം. കൂടിക്കാഴ്ച വ്യക്തിപരമായിട്ടായിരുന്നുവെന്നും അജിത് കുമാർ വാദിക്കുന്നുണ്ട്. എന്നാൽ സൗഹൃദത്തിൻ്റെ പേരിലല്ല, സംഘടനാപരമായ ലക്ഷ്യങ്ങൾ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ എ ജയകുമാർ. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു ADGP RSS അധികാരിയെ കാണാൻ വരുന്നത്. ഇന്ന് സർവീസിലുള്ള IPS IAS ഉദ്യോഗസ്ഥരും എത്രയോ ചീഫ് സെക്രട്ടറിമാരും RSS നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഇത്തരം പ്രക്രിയ RSSന്റെ തുടക്കം മുതൽ തുടരുന്നതാണെന്നും ജയകുമാർ വ്യക്തമാക്കി. അജിത് കുമാർ ഹൊസബള്ളെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച സമ്പർക്ക് പ്രമുഖ് ജയകുമാർ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന പോലീസ് നൽകിയ നോട്ടീസിനെ പരിഹസിക്കുകയും ചെയ്തു. തന്നെ വന്നു കണ്ടവരുടെയും അങ്ങോട്ട് പോയി കണ്ടവരുടെയും ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മതവിഭാഗങ്ങളിലും ഉൾപ്പെട്ടവർ ഉണ്ടാകും. അതിനൊക്കെ നോട്ടീസ് അയക്കുകയാണെങ്കിൽ സർക്കാരിന് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരുമെന്നും ജയകുമാർ പറഞ്ഞു. സമ്പർക്ക് പ്രമുഖെന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച തുടരും. നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയെ മനസ്സിലാകുമെന്നും പറഞ്ഞാണ് ജയകുമാർ സമൂഹമാധ്യമത്തിലെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അജിത് കുമാർ ഹൊസബള്ളെ കൂടിക്കാഴ്ചയ്ക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നുവെന്ന് RSS സ്ഥിരീകരിച്ചതോടെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇനി എന്താകും? കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്ന അജിത് കുമാറിന്റെ വാദത്തെ തുടർന്നും മുഖ്യമന്ത്രി പിന്തുണയ്ക്കുമോ? ബിനു തോമസിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.